ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ 1 തൊട്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് കൊണ്ടുവയ്ക്കുന്ന പുതിയ മാറ്റങ്ങൾ ഏതൊക്കെയാണ് എന്നതാണ്. അതായത് കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ടും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ അഫക്റ്റ് ചെയ്യുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മടിച്ചു നിൽക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. മെയിൻ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോയിലും പറയുന്ന അതേ സംഭവം തന്നെയാണ്. ഇപ്പോഴും കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ചേച്ചി ഞാൻ ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്കാണ് വരുന്നത്, അല്ലെങ്കിൽ ഈ കോഴ്സാണ് പഠിക്കാൻ വരുന്നത്, ഈ പഠിക്കുന്ന ആരെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവർക്ക് കൂടിയുള്ളൊരു ഇൻഫർമേഷനാണിത്. അതായത് നമുക്കൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിനകത്ത് ഇപ്പോൾ തന്നെ 1500 സ്റ്റുഡൻസ് കഴിഞ്ഞു. അവരെല്ലാവരും ഓസ്ട്രേലിയക്ക് വരാനിരിക്കുന്നവരോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പഠിക്കുന്നതിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളാണ്. അപ്പം നിങ്ങൾക്ക് അവരുമായിട്ട് ചാറ്റ് ചെയ്യണം അല്ലെങ്കിൽ കണക്ട് ചെയ്യണം. ചില സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സെയിം യൂണിവേഴ്സിറ്റി ആയിരിക്കാം, സെയിം കോഴ്സ് ആയിരിക്കാം. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ DM അയയ്ക്കുക. അപ്പം നിങ്ങളെ ഞാൻ ഈ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് മെയിൻ പോയിന്റ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ മിനിമം വേജിനെ പറ്റിയിട്ടാണ്. അതായത് ഇത്രയും നാളും ഓസ്ട്രേലിയയിലെ മിനിമം വേജ് എന്ന് പറഞ്ഞാൽ $23.23 ആയിരുന്നു. അതിൽ നിന്ന് മാറി ഇപ്പോൾ 24.10 ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. അതായത് നല്ലൊരു കാര്യമാണ്. കാര്യം ഇപ്പോൾ ഓരോ ദിവസം ചിലവ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഓസ്ട്രേലിയയിലുള്ളത്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നമ്മുടെ ഈ ഒരു മിനിമം വേജ് കൂടിയത് വലിയൊരു സന്തോഷ വാർത്തയാണ്. പിന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന അവേഴ്സ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരാഴ്ച 24 മണിക്കൂർ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ 48 മണിക്കൂറാണ്. അപ്പോൾ നിങ്ങൾ 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ വേതനം എന്ന് പറയുന്നത് ഒരാഴ്ച 578.40 ആയിട്ട് കൂടിയിരിക്കുക എന്നതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. കാര്യം അത് അത്യാവശ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കൂടുന്തോറും റെൻ്റ് ആയിക്കോട്ടെ, ബാക്കി ഗ്രോസറീസിൻ്റെ ഇതായിക്കോട്ടെ, എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ റെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കിതിനകത്ത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്. കാര്യം ജൂലൈ ഇൻടേക്കിലേക്ക് കുറേ സ്റ്റുഡൻസ് വരുന്നുണ്ട്. കുറേ പേർക്ക് ഇതുവരെയായിട്ടും അക്കോമഡേഷൻ കിട്ടാത്തൊരു സിറ്റുവേഷനാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങൾ പിന്നീട് അടുത്ത ഇൻടേക്കിലേക്കാണെങ്കിലും വരുന്നതാണ്, നിങ്ങൾ അക്കോമഡേഷൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊരു ഇൻഫർമേഷനും കൂടി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് ആംബർ സ്റ്റുഡൻറ്റ് അക്കോമഡേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ അത് എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അക്കോമഡേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഒരു അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളാണ്. ഈവൻ എൻ്റെ കേസിലാണെങ്കിൽ ഞാനിപ്പോൾ താമസിക്കുന്നത് ഒരു ഹോസ്റ്റലിലാണ്. എൻ്റെ കോളേജിലേക്ക് 6 മിനിറ്റാണ് ദൂരമുള്ളൂ. അതുകൂടാണ്ട് ഞാൻ ചെയ്യുന്ന 2 ജോലി സ്ഥലത്തേക്കും 10 മിനിറ്റ് 15 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കൺവീനിയൻ്റ് ആയിട്ടുള്ള എനിക്കൊരു അക്കോമഡേഷൻ ഒപ്പിച്ച് തന്നത് ആംബറാണ്. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് അക്കോമഡേഷൻ നോക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണോ അതിനോട് ചേർന്ന് നിങ്ങൾക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇവർ സഹായിക്കും എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൂടാണ്ട് യൂഷ്വലി അല്ലാത്ത എല്ലാ ബിൽസും ഇൻക്ലൂഡഡ് ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഇപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയാണ്, അപ്പോൾ മൊണാഷ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ മൊണാഷ് യൂണിവേഴ്സിറ്റി എന്ന് അടിച്ച് സെർച്ച് ചെയ്യുവാണെങ്കിൽ മൊണാഷ് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ചേർന്നുള്ള അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ അക്കോമഡേഷൻ നോക്കുവാണ്, നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ലെങ്കിൽ അവരുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും പോയിട്ട് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു റെൻ്റൽ ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു അക്കോമഡേഷൻ കിട്ടാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ ആംബർ അക്കോമഡേഷൻ എന്ന് പറഞ്ഞത്. പിന്നെ ചില സിറ്റുവേഷനിൽ നിങ്ങൾ നോക്കിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്കൊരു അക്കോമഡേഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവരുത്. എൻ്റെ സിറ്റുവേഷനിൽ പോലും ഞാൻ നോക്കിയപ്പോൾ പോലും എനിക്ക് ഫസ്റ്റ് ടൈം കിട്ടിയില്ല. നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു എൻക്വയറി സെൻഡ് ചെയ്യണം. എൻക്വയറി സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും എന്നതാണ് അതിനകത്തൊരു ഗുണം. അപ്പോൾ അവർ തന്നെ നിങ്ങൾക്ക് പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ളൊരു അക്കോമഡേഷൻ, അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് ഏതാണോ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ഒരു അക്കോമഡേഷൻ കണ്ടുപിടിക്കാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്യും. അടുത്ത മെയിൻ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ആനുവേഷൻ്റെ കാര്യത്തിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ല അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ വേജസ് കിട്ടാൻ നേരത്ത് അത് കൂടാതെ അതിനകത്ത് ആഡ് ചെയ്യുന്നൊരു സംഭവമാണ് സൂപ്പർ ആനുവേഷൻ എന്ന് പറഞ്ഞാൽ. സിമ്പിളായിട്ട് വേറൊരു വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് ഫണ്ട് എന്ന് പറയും. അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾ റിട്ടയർ ആവണം, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സംഭവം കിട്ടത്തുള്ളൂ. അത് ഇത്രയും നാളും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 11%, അത് ഓരോ വർഷവും 0.5 വെച്ച് കൂടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം, അതായത് തൊട്ട് മുന്നത്തെ വർഷം എന്ന് വെച്ചാൽ
അതൊരു 11% അത് മാറി ഈ ഒരു വർഷം തൊട്ട്, ഈ ജൂലൈ തൊട്ട് 11.5% കൂട്ടി. അത് നിങ്ങളുടെ സാലറി കൂടാണ്ട് അതിൻ്റെ മേളിൽ കിട്ടുന്ന ഒരു സംഭവം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അപ്പം നല്ലതാണ് കൂടിയത്. അപ്പം ഓരോ വർഷവും ഇതൊരു 0.5 കുറച്ച് നാളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കൂടുന്നൊരു സിറ്റുവേഷനാണുള്ളത്. അപ്പം 11% ആയിരുന്നത് ഇപ്പോൾ അതൊരു 11.5% കൂടിയിരിക്കും. അടുത്തൊരു സന്തോഷ വാർത്തയാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് കട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ടാക്സ് കട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടല്ല, നിങ്ങളൊരു മിഡിൽ ക്ലാസ്സോ അല്ലെങ്കിൽ ലോവർ ക്ലാസ്സോ ആണ്, ഇൻകം ഏണേഴ്സ് ആണെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. ഗുഡ് ന്യൂസ് ആണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളും അടയ്ക്കുന്ന ടാക്സ് ഇനി തൊട്ട് നിങ്ങൾ അടയ്ക്കേണ്ട എന്നാണ്. നിങ്ങളുടെ ടാക്സിൻ്റെ പെർസെൻറ്റേജ് എത്രയാണോ അടച്ചിരുന്നത് അതിൻ്റെ പെർസെൻറ്റേജ് കുറച്ചു എന്നതാണ്. അതായത് ഇത്ര നാളും 18,200 വരെയുള്ളത് എത്രയാണോ, യൂഷ്വലി 18,200 വരെയാണ് ഏൺ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ടാക്സ് ഇല്ല. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അതിനൊരു മാറ്റമില്ല. പക്ഷേ 18,200 തൊട്ട് 45,000 അല്ലെങ്കിൽ 45K ആണ് നിങ്ങൾ ഏൺ ചെയ്യുന്നതെങ്കിൽ ഇത്ര നാൾ നിങ്ങൾ അടച്ചുകൊണ്ടിരുന്നത് 19% ടാക്സാണ്. അത് മാറ്റി 3% കുറച്ച് 16% ടാക്സ് കുറച്ചിരിക്കുന്നു എന്നതാണ്. അതിപ്പോൾ ഞാൻ പറയുന്നത് ഏറ്റവും ലോവർ ഇൻകം ഏണേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക്. നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഓഫ് ആൾക്കാർ നോക്കുകയാണ്, അതായത് 45,000 to 120K ഏൺ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇത്രയും നാൾ അവർ അടിച്ചിരുന്ന ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32.5%. അതിൽ നിന്ന് മാറ്റി 30% ടാക്സ് കുറച്ചിരിക്കുന്നത്. അപ്പോൾ 19% 16%. അതുകൂടാതെ 32.5 എന്നുള്ളത് 30 കുറച്ചു. അപ്പോൾ അതായത് ലോവർ ഇൻകം ഏൺ ചെയ്യുന്നതാണെങ്കിലോ മിഡിൽ ഇൻകം ഏൺ ചെയ്യുന്നതാണെങ്കിലും ഏറ്റവും ഒരു ഹാപ്പി ആയിട്ടുള്ള ന്യൂസാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാര്യം ടാക്സ് കുറച്ചു. കാര്യം ഗവൺമെൻറ് നോക്കാൻ നേരത്ത് ഓരോ ദിവസം കൂടുതലും ഭയങ്കര ചിലവാണ്, ഇൻഫ്ലേഷനാണ്. അപ്പോൾ കുറച്ചുകൂടി ലോവർ ഇൻകം ആയിട്ടുള്ള ആളുകളെ സന്തോഷപ്പെടുത്താൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ടാക്സിൻ്റെ ശതമാനം കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ടാക്സ്, ഓരോ വർഷം നമ്മൾ ടാക്സ് ക്ലെയിം ചെയ്യുന്നുണ്ട്. ആ ക്ലെയിം ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന പൈസ കൂടും. കാര്യം നമ്മൾ കുറച്ച് ടാക്സ് അടയ്ക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് $1,000 കിട്ടാനുള്ളതെങ്കിൽ കഴിഞ്ഞ വർഷം അതിൽ കൂടുതൽ ഈ വർഷം കിട്ടും എന്നതാണ് ഇതിൻ്റെ ഒരു ഗുണം. അടുത്ത മാറ്റം എന്ന് പറയുന്നത് 485 അല്ലെങ്കിൽ സ്റ്റേ ബാക്കിൻ്റെ ഡ്യൂറേഷനെ പറ്റിയിട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് പുതിയ മാറ്റങ്ങൾ വരുത്തിക്കണതിൽ ഒന്നാണ് സ്റ്റേ ബാക്കിൻ്റെ ടൈം പീരീഡ്. അതായത് നിങ്ങൾ കോഴ്സ് പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാനൊരു സമയം തരുമല്ലോ, അത് കുറച്ചു എന്നുള്ളത്. പക്ഷേ വേറൊരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യൻ സ്റ്റുഡൻസിനെ അഫക്റ്റ് ചെയ്യില്ല എന്നതാണ്. ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലൊരു ട്രേഡ് എഗ്രിമെൻറ്റ് നടന്നിരുന്നു. അത് കാരണം നമ്മുടെ സ്റ്റേ ബാക്ക് എത്രയാണോ അതേപോലെ തന്നെ നിൽക്കും. പക്ഷേ ബാക്കി എല്ലാവരുടെയും സ്റ്റേ ബാക്ക് കുറയും എന്നതാണ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബാച്ചിലേഴ്സ് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻ്റാണ്, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ബൈ കോഴ്സ് വർക്കോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ബൈ റിസർച്ചോ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം വരെ സ്റ്റേ ബാക്ക് ഉണ്ടാവും. നിങ്ങൾ PhD പഠിക്കാൻ വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 4 വർഷം വരെ സ്റ്റേ ബാക്ക് ഉണ്ടാവും. പക്ഷേ ബാക്കി എല്ലാവരുടെയും ഈ 3 വർഷം എന്നുള്ളത് 2 വർഷമാക്കി കുറയ്ക്കുകയും ചെയ്തു, 4 വർഷം എന്നുള്ളത് 3 വർഷമായിട്ട് കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു മാറ്റം നമ്മളെ അഫക്റ്റ് ചെയ്യില്ല എന്നതാണ് ഒരു ഗുണം. ഇതൊരു ശോകം ന്യൂസാണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാളും TR എന്ന് പറഞ്ഞാൽ 485 വിസ. അതിലും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു കഴിയാൻ നേരത്ത് നിങ്ങളൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യും. അതായത് നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് കിട്ടുന്ന വിസ, അതാണ് ഈ 485 വിസ എന്ന് പറയുന്നത്. അത് ഇത്രയും നാളും 50 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യണം. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾ സ്റ്റേ ബാക്കിനുള്ള വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു, അങ്ങനെയാണ്. പക്ഷേ അത് മാറ്റിയിട്ട് 50 വയസ്സെന്നുള്ളത് ഏജ് കുറച്ച് 35 വയസ്സായിട്ട് കുറച്ചു എന്നതാണ്. അതായത് നിങ്ങൾ 35 വയസ്സ് വരെയാണ് നിങ്ങൾക്ക് TR അല്ലെങ്കിൽ സ്റ്റേ ബാക്ക് പീരീഡിൻ്റെ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനകത്ത് ചില എക്സംഷൻസ് ഉണ്ട്. അതിപ്പോൾ നിങ്ങൾ മാസ്റ്റേഴ്സ് ബൈ റിസർച്ചോ അല്ലെങ്കിൽ PhD പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി വറി ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് പീരീഡ് കിട്ടുകയും ചെയ്യും, അപ്ലൈ ചെയ്യാനും പറ്റും. പക്ഷേ നിങ്ങളുടെ വയസ്സ് 35-ന് മേളിലാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ബാക്ക് പീരീഡ് യൂഷ്വലി സാധാ ഒരു വിസയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ തിരിച്ചു വേണ്ടി വരും. അടുത്തതും ഒരു സാഡ് ന്യൂസാണ്. വിസ ഹോപ്പിങ്ങിൻ്റെ സിറ്റുവേഷൻ ഇനി നടക്കത്തില്ല എന്നതാണ്. അത് യൂഷ്വലി ഇത്ര നാളും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സ്റ്റേ ബാക്ക് പീരീഡിൽ, ഇപ്പോൾ സ്റ്റുഡൻ്റ് ആയി കഴിഞ്ഞിട്ടൊരു 3 വർഷം സ്റ്റേ ബാക്ക് കിട്ടും. ആ 3 വർഷം അവർ യൂഷ്വലി ഫുള്ള് പണിയെടുക്കും. അപ്പോൾ 3 വർഷം തീരാറായി കഴിയുമ്പോഴായിരിക്കും അവർ റിയലൈസ് ചെയ്യുന്നത്, അയ്യോ ജോലി അല്ലെങ്കിൽ PR ഒന്നും കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ സ്വന്തം ഫീൽഡിൽ ജോലിയൊന്നും കിട്ടിയില്ലല്ലോ. അങ്ങനെ വരാൻ നേരത്ത് അവർക്ക് തിരിച്ചു പോകേണ്ടി വരുന്ന സിറ്റുവേഷൻ ആകുമ്പോൾ അവരെന്ത് ചെയ്യും, ഒന്നോടെ അടുത്ത സ്റ്റുഡൻറ്റ് വിസ എടുത്ത് പഠിക്കും
പഠിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഇനി അത് അങ്ങനെ എടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അത് ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ നാട്ടിൽ തിരിച്ച് പോയിട്ട് സ്റ്റേ ബാക്ക് പീരീഡ് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ നാട്ടിൽ തിരിച്ച് പോയിട്ട് നിങ്ങൾ അടുത്ത സ്റ്റുഡൻറ്റ് വിസയ്ക്ക് ആദ്യം തൊട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. അതായത് ഓൺ ഷോറിൽ നിന്നിട്ട് അടുത്ത സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ്. അതിപ്പോൾ 485 വിസ ഹോൾഡേഴ്സോ അല്ലെങ്കിൽ TR ഹോൾഡേഴ്സിന് മാത്രമല്ല, വേറെ കുറേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഞാൻ അവിടെ കൊടുത്തേക്കാം. അങ്ങനെ വിസ മാറി കളിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒന്നോടെ സ്റ്റുഡൻറ്റ് വിസ എടുക്കണമെങ്കിൽ നിങ്ങൾ നാട്ടിൽ പോകണം. ഓൺ ഷോറിൽ നിന്ന് സ്റ്റുഡൻറ്റ് വിസ രണ്ടാമത് എടുക്കാനായിട്ട് പറ്റത്തില്ല. നിങ്ങളുടെ സ്റ്റേ ബാക്ക് പീരീഡ് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസ ഇല്ലാണ്ട് നമുക്ക് വേറൊരു വിസ ഇല്ലാണ്ട് നിൽക്കാനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഒബ്വിയസ്ലി നാട്ടിയിട്ട് തിരിച്ചു പോകണം. ഇവിടെ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഓപ്ഷൻ അവർ ഫുള്ളായിട്ട് എടുത്ത് കളഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ മുന്നേ ഉള്ള വീഡിയോയിൽ ഞാൻ ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റിനെ പറ്റി പറഞ്ഞിരുന്നു. അതായത് ഇത്രയും നാളും സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യാൻ നിർത്തുള്ളൊരു ഫൈനാൻഷ്യൽ റിക്വയർമെൻ്റ് അല്ല, ഇനി തൊട്ടുള്ള സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്യാൻ നിർത്തുക. അത് കൂട്ടി, അത് ജൂലൈ തൊട്ടല്ല, അത് 2-3 മാസം മുന്നേ തൊട്ട് കൂട്ടിയതാണ്. ഇൻ കേസ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുവാണ്. അത് സ്റ്റുഡൻറ്റ് വിസയുടെ കേസിൽ $29,710 കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM അയക്കാനായിട്ട് ശ്രമിക്കുക. അതുകൂടാണ്ട് കമൻറ്റ് സെക്ഷനിൽ ഇടുക. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് 10K റീച്ച് ആവാറായി. അപ്പം നമ്മുടെ ഈ 10K ഹിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്ത് ഡൗട്ട് അതുകൂടാണ് നമുക്ക് നമ്മുടെ ഈ ചാനൽ വേറെ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് അടുത്ത ആളുകളിലേക്കും അടുത്ത സ്റ്റുഡൻറ്റിലേക്കും എത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമാണ് എനിക്ക് 10K ഹിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അതിന് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ എന്നാ, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഇനി കാണുന്നവരെ ബൈ ബൈ.